പ്രതാപ് വർമ്മയുടെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി KV രാജന് 3000 വോട്ടിന്റെ ലീഡ്. എടമുട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന പൊതുജന സേവന മുന്നണി സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് നേരിയ ലീഡ്. ചാരമംഗലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ജെയിംസ് പത്താലവട്ടം തന്റെ ലീഡ് നില ഉയർത്തി. അനന്തപ്രസാദ് അധികാരത്തിൽ വരും, ഒരു സംശയമില്ല അല്ലേ? മുക്കം മണ്ഡലം ജനകീയ മുന്നണിക്കൊപ്പം എന്ന് തോന്നിപ്പിക്കും വിധം ലീഡ് നില ഉയരുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി PM സാദിഖാണ്. കൂവളംകാട് നിയോജക മണ്ഡലത്തിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി KK ഉമേഷിനേക്കാൾ 2000 വോട്ടിന് മുന്നിലാണ് പൊതുജന സേവന സ്ഥാനാർത്ഥി C പ്രദീപ്. ഇതൊരു തീരുവോ? തീർന്നിട്ട് നിങ്ങൾക്ക് എന്തിനാ? എനിക്ക് അകലെ സീരിയൽ കാണണം. ചന്നപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജനകീയ മുന്നണിയിലെ പൊൻകുന്നം സദാശിവൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ശ്രീലക്ഷ്മിയേക്കാൾ 10000 വോട്ടിന് മുന്നിലാണ്. ലീഡ് നില പെട്ടെന്ന് മാറി മറിയുന്നേ, പേടിക്കണ്ട. മകളാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. അവളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. 8 നിലയ്ക്ക് പൊട്ടുമെന്ന് ഞാൻ പ്രാഗിയതാ. തള്ളയെ തല്ലിയവളെ ദൈവം നേരിട്ട് വന്ന് തല്ലും. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാടപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പ്രതാപ വർമ്മയ്ക്കെതിരെ മത്സരിക്കുന്ന ദീപക് പ്രതാപ വർമ്മയേക്കാൾ 1000 വോട്ടിന് ഇപ്പോൾ മുന്നിലാണ്. ഓടപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന അനന്തൻ പിള്ള തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സോദി മുരളീധരനേക്കാൾ 800 വോട്ടിന് മുന്നിലാണ്. ജയിക്കുന്ന പക്ഷം ജനക്ഷേമ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് ഇദ്ദേഹം. മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപ് വർമ്മയേക്കാൾ വളരെ മുന്നിലാണ് എതിർ സ്ഥാനാർത്ഥിയായ ദീപക്. ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട്. തോന്നണേ ഒന്നും പോവില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വർമ്മ പൊട്ടണം, അവരുടെ അഹങ്കാരം ഒന്ന് കുറയണം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചന്നപ്പുഴ മണ്ഡലത്തിൽ ശ്രീ പൊൻകുന്നം സദാശിവൻ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തന്നെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. അറസ്റ്റ് ചെയ്യാൻ വന്നു? എന്താ കാര്യം? കാര്യങ്ങൾ പറയാതെ താൻ വരില്ല? ഒരിക്കലും വരില്ല. എന്നാ കാര്യങ്ങൾ അറിഞ്ഞോ? പ്രതാപ വർമ്മയെ ബോംബ് വെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടത്തി. അത് നടപ്പാക്കി എന്നുള്ളത് ഒന്നാമത്തെ കുറ്റം. ഇലക്ഷൻ ചട്ടങ്ങൾ ലംഘിച്ച് ദീപക് എന്ന സ്ഥാനാർത്ഥിയെയും മറ്റുള്ളവരെയും ജയിപ്പിക്കാൻ കണക്കിൽപ്പെടാത്ത കോടികൾ വോട്ടർമാർക്ക് വിതരണം ചെയ്തത് രണ്ടാമത്തെ കുറ്റം. കുറ്റങ്ങൾ ഒത്തിരിയുണ്ട്, ബാക്കി അങ്ങ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെല്ലുമ്പോ പറയാം. ഇപ്പൊ കിട്ടും. ഒടിയാടി, നീ കിഴക്കോട്ട് ഓടിക്കും, ഞാൻ പടിഞ്ഞാറോട്ട് ഓടിക്കോളാം. അയ്യോ, അറസ്റ്റ് ചെയ്യാൻ തന്റെ വാറണ്ട് ഉണ്ടോ? എവിടെ നിന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ പെരുവഴിയില്ല. ഇലക്ഷൻ ആവശ്യത്തിനെടുത്ത് ഒരു റെന്റെ കാറിൽ ചാരി നിൽക്കുക. അല്ലാതെ എന്താ ചെയ്യുക? ആകാശത്തേക്ക് വിട്ട ഗുണ്ട് പൊട്ടിച്ചിതറും പോലെയല്ലേ പൊട്ടിപ്പോയത്. അതേടാ, നീ മുഖ്യമന്ത്രിയും ഞാൻ അവിടെ ക്ലിഫ് ഹൗസിലിരുന്ന് ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ. കേരളം എന്റെയും നിന്റെയും കൈകളിൽ കിടന്ന് കറങ്ങുന്ന പമ്പരം. അതെ, സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ആഗ്രഹം ആ പ്രതാപവർമ്മയും മകളെയും മരുമകനെയും പിടിച്ച് അകത്തിടണമെന്നായിരുന്നു. എടാ, അത് മറ്റൊരു വിധത്തിൽ നടന്നല്ലോ. നിന്റെ അമ്മായിയപ്പൻ ആ വ്യാളി അനന്തപിള്ള ഇപ്പോഴേ അകത്ത് കിടന്ന് പുല്ലും വെള്ളവും കഴിക്കുക. പിടി വീഴാതെ നീ നിന്നെ തന്നെ നോക്കിക്കോണേ പൊന്നുമോനെ. എന്നെ ഒരു പുല്ലും ചെയ്യില്ല. എന്നെ നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എന്തൊരു നാണം കെട്ട തോൽവിയായിരുന്നടാ നമ്മുടേത്. ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മയ്ക്ക് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാം. മനസ്സ് എന്നോടൊപ്പം ആയിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിലെ
അമ്മ വിജയിച്ച മുന്നണിക്കൊപ്പം. ഞാനേ ആ സമയത്ത് അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നിന്നെ പോലെ പെരുവഴിയിലാവുമായിരുന്നു. ഞാൻ പേരുവഴിയിലൊന്നുമല്ല. ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂം ബുക്ക് ചെയ്തിരിക്കുക. അനന്തപിള്ളയുടെ കുറെ ഫണ്ടേ എന്റെ കയ്യിലുണ്ട്. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിലൊന്നും നീ വിഷമിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഫണ്ടേ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അല്ല, അവളും അവനും അവിടെയില്ലേ, ആ ഇഡിയറ്റ്സ് രാജു ഋതികെ. ഇലക്ഷൻ വിജയിച്ചതിന്റെ തിളപ്പിലേ പുറത്തെവിടെയോ അറുമാദിച്ച് നടക്കുക. ഇതിനെല്ലാത്തിനും പിന്നിലേ അവൾ ഒറ്റ ഒരുത്തിയാ, ആ ഋതിക. അവള് മാത്രല്ല അമ്മേ, ബുദ്ധി അവന്റെയാ. വളരെ പ്ലാനിങ്ങോടെയല്ലേ അവര് അനന്തപിള്ളയെ കുരുക്കി അകത്താക്കിയത്. അതെന്തായാലും ശരിയാ. ഒരു താപ്പാനയല്ലേ അവര് മയക്ക് വെടിവെച്ച് വീഴ്ത്തി അകത്താക്കിയത്. ആ പിന്നെ അമ്മേ, ഞാൻ വിളിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. എന്താടാ? അമ്മേ, ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അമ്മ ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്റെ പാസ്പോർട്ട് എടുത്ത് എനിക്കൊന്ന് എത്തിച്ചേരണം. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോവാ. എടാ, അതെങ്ങനെ ശരിയാവും? അനന്തപിള്ള അകത്ത് കിടക്കുമ്പോ മാരേജ് പ്രപ്പോസലൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും? അതൊക്കെ വർക്കൗട്ട് ആവും. അമ്മ പാസ്പോർട്ട് ഇങ്ങോട്ട് എത്തിച്ചെന്നാ മതി. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രതാപനോടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം.